+1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഡേറ്റിനെ കുറിച്ചും അതുപോലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ റീവാലുവേഷന് എങ്ങനെ കൊടുക്കാം, റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കുറയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസപരമായ വാർത്തകളും അതുപോലെ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ അലോട്ട്മെൻറ്റുകൾ, ഡിഗ്രി അലോട്ട്മെൻറ്റുകളെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഏപ്രിൽ 3 മുതൽ മൂല്യനിർണ്ണയം ആരംഭിച്ച് ഏറ്റവും ആദ്യം പൂർത്തിയായത് +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ മൂല്യനിർണ്ണയമായിരുന്നു. അതുപോലെ തന്നെ ടാബുലേഷൻ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു നടപടിക്രമമാണ് ഇനി ബാക്കിയുള്ളത്. ഏപ്രിൽ 20-ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. സാധാരണ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായി ഇന്ന ദിവസം റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളൊന്നും വരാറില്ല. പെട്ടെന്നൊരു സമയത്ത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക. നാളെ ഏപ്രിൽ 20-ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത കുറവാണ്. നാളെ അവധി ആയതുകൊണ്ട് തന്നെ ഈസ്റ്ററും അതുപോലെ തന്നെ ഞായറാഴ്ചയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നാളെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത കുറവാണ്. തൊട്ടടുത്ത ദിവസങ്ങൾ, ചിലപ്പോൾ മറ്റന്നാളോ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ ആയി ഇതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം. ഏപ്രിൽ 25-നുള്ളിൽ തന്നെ ഏതായാലും +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റീവാലുവേഷൻ, അതുപോലെ സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി തുടങ്ങിയവയ്ക്കുള്ള അപേക്ഷ കൊടുക്കാനുള്ള വിവരങ്ങളും DHSCയുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും. റീവാലുവേഷനൊക്കെയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പലിനാണ്. റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കുറയില്ല. കാരണം മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കാണ് പരിഗണിക്കുക. അഥവാ മാർക്ക് കുറഞ്ഞു പോയാൽ നിങ്ങളുടെ നേരത്തെയുള്ള മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ 10% മാർക്ക് അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ, റിവാലുവേഷന് കൊടുത്തിട്ട് അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്ത ഫീസ്, റിവാലുവേഷന് അപേക്ഷിക്കുമ്പോൾ കൊടുത്ത ഫീസും തിരികെ ലഭിക്കുന്നതാണ്. ഡബിൾ വാലുവേഷനുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ഇല്ല. റീവാലുവേഷൻ്റെ ഫീസ് 500 രൂപയാണ്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനിക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ്. ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. കേരള റിസൾട്ട്സ് nic.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ dhsc.kerala.gov.in എന്ന വെബ്സൈറ്റിലോ ക്ലിക്ക് ചെയ്തതിന് ശേഷം DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻ്റ് റിസൾട്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രജിസ്റ്റർ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. റിസൾട്ട് ലഭിച്ചയുടൻ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി എടുത്തു വയ്ക്കാൻ മറക്കരുത്. കാരണം സൈറ്റ് ഭയങ്കര ബിസി ആയിരിക്കും, പിന്നീട് നോക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയ ഉടൻ തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി എടുത്തു വയ്ക്കുക. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.